അപ്പോൾ ഗുഡ് മോർണിംഗ്. ഡേ 3 ഓഫ് ജ്യോതിർലിംഗ യാത്രയിൽ നമ്മളിപ്പോൾ ഉള്ളത് സിംഹാചലത്തിലാണ്. അവിടുത്തൊരു നല്ലൊരു ഹോട്ടലാണ്, സൂപ്പർ. മുമ്പിലൊക്കെ കുറേ സ്ഥലമുണ്ട്. ഇന്നലെ ഒരു വെഡ്ഡിങ് പാർട്ടി ഉണ്ടായിരുന്നു, അതിൻ്റെ ആകെ അലങ്കോലമായിട്ട് ഇരിക്കണേണ്. പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ ഇതാണ്. നമുക്ക് കണ്ടോ, ഫുള്ള് സിംഹാചലം ഫുള്ള് കാണാം. ഇത് തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് ഇവിടെ നോക്കിയാൽ, ആ സൈഡിൽ നോക്കിയാൽ നമുക്ക് അമ്പലവും കാണാൻ പറ്റും. അവിടെ നമ്മൾ ഇന്നത്തെ കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. ഒരു 6:30 ഇപ്പം 6-7 മണിക്ക് ദർശനം ആണ്. അപ്പോൾ അതിന് മുമ്പ് പോകണം. ഇന്ന് 8 മണിക്കെങ്കിലും ഇവിടെ നിന്ന് പോകണമെന്നൊക്കെ ആയിരുന്നു. പക്ഷേ ഇത്രയും ലേറ്റ് ആവും കൊണ്ടുപോകാൻ, കാരണം തിരക്കുണ്ടാവും. അപ്പോൾ നമുക്ക് പോയിട്ട് വണ്ടി എടുത്തിട്ട് വരാം. നമ്മുടെ 3-ാം ദിവസത്തെ യാത്ര ആരംഭിക്കുകയാണ്. ഇന്നലെ വരെ 1645 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞു. അപ്പോൾ സിംഹാചലം ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. അങ്ങോട്ടേക്കാണ്, അവിടെയാണ് നമ്മുടെ ലോഡ്ജ് ഉണ്ടായിരുന്നത്. മുകളിലോട്ടാണ് ഇപ്പോൾ നമുക്ക് പോകേണ്ടത്. ഓക്കെ, ഇറങ്ങാം അല്ലേ? ഇറങ്ങാം. അപ്പോൾ അതാണ് നമ്മുടെ അമ്പലം. ഈ സിംഹാചലം അമ്പലത്തിന്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതെ, അതില് നമ്മുടെ വേണു ബ്രോ സിംഹാചലത്തിന്റെ ഐതിഹ്യമൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ മുകളിൽ നമ്മൾ അതിന്റെ ലിങ്ക് ഇടും. പിന്നെ ഇത് വെച്ചേക്കാം ഇവിടെ. നമ്മൾ ഏകദേശം എത്തി. പെട്ടെന്നായിരുന്നു അല്ലേ? ഒരു 10 മിനിറ്റ് പപ്പടോടെ കഴിച്ച് തീർന്നുള്ളൂ. ഇനി ഇവിടെ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യണം. ഇത് ബസ് സ്റ്റാൻഡാണിത്. ഇവിടെ ഫുൾ ടൈം ബസ് ഉണ്ടാവും. ഇലക്ട്രിക് ആണ് കൂടുതൽ. ഇലക്ട്രിക് ഉണ്ട്. ഇലക്ട്രിക് ആണ്. AC, നല്ല AC വണ്ടിയൊക്കെ ഉണ്ട്. 20 രൂപ അങ്ങനെ എന്തോ ആണ് ചാർജ്. നമ്മ ഇന്നലെ മിഞ്ഞാന്നെ കണ്ടൊരു കാഴ്ചയാണ്. ഇവിടെ മീനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ടാങ്ക് പോലെ ഉണ്ടാക്കണ്ട്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. വാട്ടർ ടാങ്ക്. അത്യാവശ്യം വണ്ടികളുണ്ട്. അപ്പൊ ഗൈസ് നമ്മൾ ഏതായാലും അപ്പൊ അമ്പലത്തിൽ കയറിയിട്ട് വരാം. അപ്പൊ ഗൈസ് നമ്മുടെ ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരിത്തിരി താമസിച്ച് 8:40 ആയി. ഇപ്പൊ 6:40 കയറിയ 2 മണിക്കൂർ. 7 മണിക്കാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. അതാണ് പ്രശ്നം. അപ്പൊ നല്ല ദർശനമായിരുന്നു. കുറച്ച് അതെ, നമ്മള് ഫ്രീ ദർശനമായിരുന്നു. പൈസ കൊടുത്തൊന്നും കയറിയില്ല. പിന്നെ അത്രക്ക് ചൂടും ഉണ്ടായിരുന്നില്ല. ചൂടൊന്നുമില്ല. കുറച്ച് ഇവരൊന്നും പറയണില്ല. നിങ്ങൾ എന്താ പറയാത്തത്? എങ്ങനെ ഉണ്ടായി ദർശനം? നല്ല ദർശനം കിട്ടി. അതെ, അടിപൊളിയായിരുന്നു. ഇനിയിപ്പോ നമുക്ക് റൂമിൽ പോവാ, ഭക്ഷണം കഴിക്കുക, നേരെ ഇറങ്ങുക, പുരിക്കുക. പോണ വഴിക്കുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അപ്പൊ നമ്മളിപ്പോ ഫുഡ് കഴിക്കാനായിട്ട് നമ്മുടെ റൂമിലോട്ട് വന്നു. ഹിട്ടും കുമ്പിളപ്പവും പിന്നെ ചേനച്ചാറ്, ചമ്മന്തി. ഇന്നത്തെ കൊണ്ട് നമ്മുടെ സ്റ്റോക്ക് തീരെയാണ്. ഇനി മുതൽ പാചകം ചെയ്യും. അപ്പൊ ഇവര് 3 പേരാണ് പാചകം. അതെ, നമ്മൾ വെറുതെ കിടന്നുറങ്ങാം. അതെ, ഞങ്ങൾ നോക്കിയിരിക്കുക. അതെ, ഇനി കഴിച്ചിട്ടാണോ ഗൈസ്? അപ്പൊ നമ്മൾ ഒഡീഷയിലോട്ട് കയറിയിരിക്കുകയാണ്. അതെ, ഒഡീഷ. നമ്മൾ ഇതുവരെയായിട്ടും ഡീസൽ അടിക്കാനൊക്കെ കഷ്ടപ്പെട്ടാണ് ഇരുന്നത്. കാരണം എന്ന് പറഞ്ഞാല് ആന്ധ്രയില് ഏറ്റവും കൂടുതൽ റേറ്റ് അല്ലേ? 97 രൂപ 98 രൂപയായിരുന്നു ഡീസലിന്. ഇതിപ്പോ നമ്മള് ഒഡീഷയിൽ കയറി കഴിഞ്ഞാൽ 90-ഉം 91 ആയിട്ട് മാറും. നല്ല വ്യത്യാസം വരും. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പൈസ കുറയും. അപ്പോൾ ഏതായാലും ഒഡീഷ കയറി. ഇന്നലെ നമ്മൾ മിനിഞ്ഞാന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ആന്ധ്ര കയറിയിട്ട് ഇന്നിപ്പോൾ ഉച്ചയ്ക്കാണ്. ഇപ്പൊ സമയം 12 മണി അല്ലേ? 12:30. ഏകദേശം 2 ദിവസത്തിനടുത്ത് നമ്മൾ വണ്ടി ഓടിച്ച് ആണ് ആന്ധ്ര കഴിയുന്നത്. അത്രയ്ക്ക് ദൂരമുണ്ട് ആന്ധ്ര. അത് മാത്രല്ല, ഈ റോഡാണെങ്കിൽ ഭയങ്കര സൂപ്പർ റോഡ്. ഒന്നും നോക്കാനില്ല. കൊറേ നേരമായിട്ട് നമ്മ ഈ വഴി തന്നെയാണ്. ഈ വഴി പോകുമ്പോഴാണ്. ഇപ്പൊ ഞങ്ങക്ക് ആദ്യം ഗൂഗിൾ മാപ്പിൽ കാണിച്ച സമയം എന്ന് പറഞ്ഞാൽ 5:30 ആയിരുന്നു. ഇപ്പൊ കാണിക്കണ സമയമാണ് 4:38. അത്ര സ്പീഡിൽ പോവാ. പുരിയത്തെ സ്പീഡിൽ പോവാ. സൈഡിലൊക്കെ നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ ഉണ്ട്. പിന്നെ ഓരോരോ മലയുടെ മുകളിലും ഇപ്പൊ ഈ ഹനുമാൻ മാറി ഇപ്പൊ ശിവനും പാർവതിനും നമ്മൾ കണ്ടു. പിന്നെ എല്ലാ വീഡിയോ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറാവുമെന്ന് ഓർത്താണ് നമ്മൾ ഇടായിരുന്നത്. ലെങ്ത് കൂടും. ഒക്കെ 16-ഉം 18-ഉം മിനിറ്റിന്റെ അതെ. നമ്മള് ഒറീസയിലെത്തി. ഇവിടെ ഡീസൽ അടിക്കുകയാണ്. ഇവിടെ 94 അല്ലേ?
നമ്മുടെ അവിടത്തായിട്ട് വലിയ വ്യത്യാസമില്ല, എന്നാലും ചെറിയ വ്യത്യാസം, ഒരു 19 പൈസയുടെ വ്യത്യാസമുണ്ട്. പിന്നെ ഇവിടെ എവിടെയെങ്കിലും ഭക്ഷണം കഴിക്കണം. ഛത്രപൂർ എന്ന് പറഞ്ഞ സ്ഥലമാണെന്ന് പറഞ്ഞത്, അവിടെ ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഞങ്ങൾ ചപ്പാത്തി ഞങ്ങളുടെ കയ്യിലുണ്ട്, പിന്നെ എന്താണ് മറ്റേ തക്കാളിയുടെ ഫ്രൈ ഉണ്ട്. രണ്ട് കിലോ തക്കാളി ഫ്രൈ ചെയ്ത് വളരെ കുറച്ച് വെച്ച് കുറേ കാലങ്ങൾക്ക് ഒരു 3 ദിവസം 4 ദിവസമൊക്കെ ഉപയോഗിക്കാം. വെള്ളവും അങ്ങനെ കൂടുതൽ ഉപയോഗിക്കാതെ. അപ്പോൾ നമ്മുടെ കുക്കന്മാരെ കൂടി ചേർന്ന് സാലഡ് ഉണ്ടാക്കണം. സലാഡ് ഇപ്പോൾ ബിഗ് പോയിട്ട് തൈര് മേടിച്ച് ഒറീസയിൽ വർത്താനം പറഞ്ഞല്ലേ? അതെ അതെ, ഒറീസയിലല്ല, ഹിന്ദിയിൽ വർത്താനം പറഞ്ഞു. പുള്ളി എൻ്റെ അടുത്ത് ഒറീസയിലാണ് വർത്താനം പറഞ്ഞത്. ആദ്യം എന്താ പറഞ്ഞത്? പറഞ്ഞു യോഗട്ട് എന്ന് പറഞ്ഞു. പുള്ളി 2 ഉണ്ടെന്ന് പറഞ്ഞു. ഒരെണ്ണം 10 രൂപയുടെയും ഒരെണ്ണം 75 രൂപയുടെയും. പറഞ്ഞാലും മതി. അതും പറഞ്ഞാൽ മതി. 1 കിലോടെ ഒരെണ്ണം മേടിച്ച് 25 75 രൂപക്കാണ് 1 ലിറ്ററിന്റെ സാധനം. 1 ലിറ്റർ. അപ്പൊ തന്നെ ഇവര് പ്ലാൻ മാറ്റി ഇവിടെ. അപ്പൊ തന്നെ മറ്റേ പഞ്ചസാരയൊക്കെ ഇട്ട് ലസ്സി അടിക്കാന്ന് നേരത്തെ മറ്റേ മോരും വെള്ളം ഉണ്ടായിരുന്നു. മോരും വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങള് ഇവിടെ സിംഹാചലത്തിൽ നിന്ന് മോരും വെള്ളം 50 രൂപക്ക് ഒരു കുപ്പി 1 ലിറ്റർ ഉണ്ടായിരുന്നു. അത് തീർത്ത് അത് കഴിക്കാത്തവര് വരെ കഴിച്ച് കുടിച്ച്. വേണ്ടെന്ന് പറഞ്ഞാണ് അത് നമ്മള് പമ്പിൽ തന്നെയാണ്. ഇവിടെ നിന്ന് കഴിച്ചിട്ട് നമ്മൾ പോകും. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡ്. സാലഡ് റെഡിയായി. 5 മിനിറ്റ് മതി. 5 മിനിറ്റ് വേണ്ട, നല്ല ടേസ്റ്റ് ഉണ്ട്. അതെ, എല്ലാവരും ഇരുന്ന് അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് കഴിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങൾ എന്ത് സൂപ്പറാണെന്ന് നോക്കി. അടിപൊളി വ്യൂ ആണ്. എനിക്ക് തോന്നണ ആ വഴിയും പുരി പോവാം. ചിൽക്ക ലേക്ക് അതാണ് അല്ലേ? ചിൽക്ക ലേക്ക്. അത് നോക്കി, കളറ് മാറ്റം കണ്ട. ആദ്യം ഒരു പച്ച, ഇങ്ങോട്ടേക്ക് എത്തുമ്പോ ഇത്തിരി ഡാർക്ക് ആവും. ശരിക്കും ഈ ചിൽക്കാലേക്ക് 10-20 കിലോമീറ്റർ മേലുണ്ടെന്ന് തോന്നുന്നു. അത് 5 അടി ഹൈറ്റ് ഉള്ളതിന് 5 അടി ഹൈറ്റിലാണ് വെള്ളം നിൽക്കുന്നത്. ഞാൻ അതിലൂടെയാണ് കഴിഞ്ഞ തവണ ഞങ്ങൾ തീർത്തെടുക്കാൻ പോയത്. അത് ഞാൻ നമ്മുടെ ഇതിലിട്ടിട്ടുണ്ട്, നമ്മുടെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ 2000 കിലോമീറ്റർ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി ഒരു 54 മിനിറ്റും കൂടിയുണ്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകാനായിട്ട്. ഒരു 1 കിലോമീറ്റർ കഴിഞ്ഞിട്ട് നമുക്കൊരു ലെഫ്റ്റ് ഉണ്ട് കേട്ടോ. കാരണം ഈ ഹൈവേയിലൊക്കെ ഒരു ലെഫ്റ്റൊക്കെ മാറിയ ഭയങ്കര പ്രശ്നമാണ്. ജഗന്നാഥപുരിയുടെ അങ്ങോട്ടേക്ക് പോണ റോഡായിരിക്കും. അതെ അതെ. ഇനി 70 കിലോമീറ്റർ അല്ലേ ഏകദേശം? അല്ല, 53 കിലോമീറ്റർ. നമുക്കത് ആ വഴി പുറത്തോട്ട് ഇറങ്ങണം. എല്ലാവരും ലസ്സി പിടിച്ച് മൊത്തം പിടിച്ചിരിക്കുന്നുണ്ട്. അതെ, നമ്മളപ്പോ ഒറീസയിലൊരു ഗ്രാമപ്രദേശം പോലത്തെ ഒരു സ്ഥലത്തേക്ക് കൂടിയാണ് പോകുന്നത്. നല്ല രസമുണ്ട് ഇതൊക്കെ കാണാൻ. പോട്ടെ, ഇനി നമുക്ക് സ്പീഡ് കൂട്ടാൻ പറ്റില്ല, കാരണം വഴിയില് കുറെ പശുക്കളുണ്ടാവും. അതെ, ഒരു ഇത്തിരി കിട്ടിക്കഴിഞ്ഞാൽ പശുവിന്റെ ബഹളമായിരിക്കും. അപ്പൊ അതൊരു പ്രശ്നമുണ്ട്. കുറച്ചകത്തോട്ടായിട്ട് ഇനി ഗ്രാമപ്രദേശം വഴിയാണ് നമുക്കിനി പോകേണ്ടത്. 38 കിലോമീറ്റർ അങ്ങനെയാണ് കാണിക്കുന്നത്. അതെ അതെ. പിന്നെ ചിൽക്കയുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ, ചിൽക്ക ശരിക്കും 65 കിലോമീറ്റർ നീളവും 30 കിലോമീറ്റർ വീതിയുണ്ടെന്നാണ് പറയുന്നത്. ചിൽക്ക അത്രയ്ക്ക് വലുതാ. പിന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഉപ്പുവെള്ള തടാകമാണത്. അതെ അതെ. അവിടെ ആഴമാണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ജങ്കാറ് പോയത് 5 അടിയാണ്. ചിലയിടത്ത് 13 അടിയുണ്ട്, കുറഞ്ഞ 5 അടിയുണ്ട്. അങ്ങനെ 2 രീതിയിലാണ് ചിൽക്ക. അത് മാത്രമല്ല കുറേ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മള് പക്ഷെ ഓണൊഴിക്ക് നമുക്ക് കാണാൻ പറ്റും, വീഡിയോ എടുക്കാൻ പറ്റൂല. അതാണ് ഇന്ന് വിഷയം. അത് മാത്രമല്ല, അത് ഉപ്പുവെള്ളം അതാണ് കളർ വ്യത്യാസം വന്നത്. മറ്റേ ഉപ്പുള്ളത് കുറച്ചും കൂടി ചെറിയ നീലയാണ്. പിന്നെ ഡോൾഫിൻസ് അവിടെ കാണണ്ടെന്ന് പറയണ്ടായിരുന്നു. നമുക്കത് കാണാൻ പറ്റിയില്ല. നമ്മളവിടെ അതിന് വേണ്ടി നിൽക്കേണ്ടി വരും. ഇവിടത്തെ വീടും നമ്മുടെ വീട് പോലെയാണ് അല്ലേ? നമ്മുടെ തേക്കാത്ത വീടാണ്. പക്ഷെ ഇവിടെ എങ്ങനെയാണ് അതിന്റെ
മെയിൻ്റെനൻസ് എനിക്കറിയില്ല. പക്ഷെ ഇവിടെ അത് മാത്രമല്ല എല്ലാം ചെങ്കല്ലാണ്, ചെങ്കല്ലാണ്, വെറുതെ ചെങ്കല്ല്, എല്ലാ സ്ഥലത്തും ചെങ്കല്ല് വെച്ചിട്ടുള്ളൊരു, അതും വലിയ വലിയ കല്ലുകൾ കേട്ടോ. നമ്മുടെ നാട്ടിലെ കണ്ണൂർ കല്ലിന്റെ മുകളിൽ വലിയ 14 ഇഞ്ച് നീളമൊക്കെ ഭയങ്കര വലിയ കല്ലുകളാണ്. അതെ അതെ, ഭയങ്കര. റെയിൽവേ ക്രോസ്, ഒഡീഷയിലെ ഒരു റെയിൽവേ ക്രോസ്. നേരത്തെ എന്താ പറഞ്ഞത്, ആലുകൾ അല്ലേ? ഇഷ്ടംമാതിരി ആലുകളുണ്ട്. പച്ചക്കറി കട, നല്ല പച്ചക്കറി ഉണ്ട് കേട്ടോ. കോളിഫ്ലവർ അടി അമ്മേ. മാർക്കറ്റ്, ചക്കയൊക്കെ വെക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് ചക്ക ഒഴിക്കണം. ഇങ്ങനെയുള്ള ഗോപുരങ്ങൾ ഏകദേശം ജഗന്നാഥ ക്ഷേത്രം പോലെയുള്ള അല്ലേ? അല്ല, അതിന്റെ മോഡൽ. ഇത് ചെറുതാണ്, എന്നാലും മുകളിലത്തെ ആ ഭാഗമൊക്കെ കാണാൻ അങ്ങനെ തന്നെ ഇരിക്കണ പോലത്തെ കുറെ അമ്പലങ്ങൾ ഇവിടെ ഉണ്ട്. ഇത് നമ്മുടെ അവിടുത്തെ പറവൂർ മാർക്കറ്റ് പോലത്തെ സ്ഥലമുണ്ട്. ഇനിയിപ്പോ പറവൂര് ഫേമസ് ആയി അല്ലേ? അതെ, നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി. അതെ, പറവൂര് ഉള്ള MLA. കുളം പോലത്തെ ഒരു സംഭവം, നല്ല സ്ഥലമുണ്ട് കേട്ടോ കുറെ. ഇവിടെ പിന്നെ BJP ആണ്. ഇപ്പൊ നമ്മള് വന്ന സംസ്ഥാനങ്ങൾ അത്യാവശ്യം എല്ലാം BJP ഭരിക്കുന്നതാണ്. ആന്ധ്ര ആണെങ്കിലും, അത് കഴിഞ്ഞ് ഒറീസ, ഇനി പോകാൻ പോണ ബംഗാള് ഇപ്പൊ പുതിയതായിട്ട് ഭരിക്കാൻ പോണ്, ഭരിക്കണം. ബീഹാർ, ആ വഴി UP, പിന്നെ അതുകൂടാതെ പോണ വഴിക്കെല്ലാം ഗുജറാത്ത്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക കോൺഗ്രസ് ആണ്. വീട് പണി. ഞങ്ങളിവിടെ ഒരു പനങ്കരിക്ക് മേടിക്കാൻ പോയപ്പോഴാണ് ഇഷ്ടിക ഉണ്ടോ, ഇഷ്ടിക അല്ല, ഇത് കല്ല്, വലിയ കല്ലാണ്. അതേനാ, അവിടെ എല്ലാം, ഇവിടെ എല്ലാം ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 16 ഇഞ്ചൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അല്ല, ഒരു 16 ഇഞ്ചൊക്കെ ഉണ്ടാവുന്നുള്ളത് കല്ല് നമ്മൾ പനങ്കരിക്ക് മേടിച്ചിരിക്കുന്നു. 16 അതിനൊക്കെ കൂടുതലുണ്ട്. നല്ല വലുപ്പമുണ്ട്, നല്ല വെയിറ്റ് ഉണ്ടാവും. അതാണ് ഏറ്റവും പ്രത്യേകത. അതിന്റെ അപ്പുറത്ത് തന്നെ ഒരു കുളമുണ്ട്. നമുക്ക് പോവാം. നമ്മളത് പുരിയിൽ പോണ വഴിയിലുള്ളൊരു കാഴ്ചയാണ്. അതെ, അപ്പുറത്തും ഇപ്പുറത്തും ഭയങ്കര വെയിലുമാണ്. ഇവിടെ അകത്ത് മാത്രം വെയിലും വയലും, ഭയങ്കര പറമ്പും നല്ല പച്ചപ്പുള്ളൊരു സ്ഥലമാണ്. ആർച്ച് പോലെ വന്ന് നിൽക്കണ മരങ്ങള്. അതെ, കുറെ സമയമായി ഇപ്പൊ തന്നെ. വെൽക്കം ടു പുരി. 6 കിലോമീറ്റർ കൂടി ഉള്ളൂ പുരി ജഗന്നാഥ ടെമ്പിളിലോട്ട്. സമയം ഇപ്പൊ 4:45. 5:05 നമ്മളവിടെ എത്തും എന്നാണ് കാണിക്കുന്നത്. ഇവിടുത്തെ സിഗ്നലിന്റെ ഒരു സംഭവം ഉണ്ട്, അത് അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ബസ് വിടൂലെന്നല്ലേ? ബസ് സാധാരണ നമ്മുടെ ലോക്കൽ ബസ് നല്ലൊരു ഇപ്പൊ കുറച്ച് കഴിയുമ്പോ നിർത്തേണ്ടി വരും. കാർ പാർക്കിങ്ങിലേക്ക് പോകാൻ പറയുന്നത്. നല്ലൊരു വ്യൂ ആണ് ഇത്. മൊബൈലിൽ നിന്നാണ് നല്ല രസം. നേരെ ഇപ്പൊ കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ അമ്പലം കാണാം. കൊടി മാറ്റണ സമയത്ത് എത്താൻ പറ്റും. നേരെ കാണണം അമ്പലം, നേരെ കാണണം അമ്പലം കണ്ട. ഇവിടെ കാറ്റിനെതിരായിട്ടാണ് കൊടി പറക്കണെന്ന് പറയാറുണ്ടായിരുന്നു. അതാണ് അമ്പലം. അതാണ് അമ്പലം. നോക്കിയേ, എന്ത് മനോഹരമായ കാഴ്ചയാണല്ലേ. ആ വരുന്ന ബസ് കണ്ട, റെഡ് ബസ്, ആ ബസ്സിലാണ് നമുക്ക് പോകേണ്ടത് ജഗന്നാഥപുരി. നമ്മളിവിടെ അടുത്താണ് താമസിക്കുന്നത്. പെട്ടെന്ന് പോയിട്ട് ആ ബസ് പിടിക്കാം. അല്ല, അതെനിക്ക് പോകണത് ബസ് സ്റ്റാൻഡിൽ നിന്ന് വരുവാടാ.
അതെ അതെ, അതല്ല ബസ് കേട്ടോ, വേറെ ബസ്സാണ്. ഇത് വേറെയാണ്. അതാണത്. നോക്കാം, നമുക്ക് റൂമൊക്കെ പിന്നെ കാണിക്കാം. അതെ അതെ, ബസ്സില്ലാതാണ് പോകേണ്ടത്. അതാണോ? അത് തന്നെ ആയിരിക്കും. കാണാൻ നല്ല രസമുണ്ട്, തിരക്കാണ്. ആ ബസ്സിന് 5 രൂപ ഉള്ളു. 5 രൂപ AC ബസ്സിന്. AC ബസ്. നമ്മുടെ ബസ് എത്തി. ഇതാണെന്ന് തോന്നുന്നത്. നമ്മളിങ്ങനെ പുറകെ ഓടുന്നുണ്ട്. എങ്ങനെയുണ്ട് ബിഗു? എങ്ങനെയുണ്ട്? അടിപൊളി ബസ്. 5 രൂപ. 5 രൂപയ്ക്ക് അല്ലേ AC ബസ്? ഇതൊക്കെ മാർക്കറ്റുകള്, ഫുഡിന്റെ സ്ഥലം കൊറേ ഉണ്ട്. ബിഗു രാത്രി എക്സ്പ്ലോർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. നടക്കുന്നത്. അതെ അതെ അതെ, അതിൻ്റെ ഇടയ്ക്ക് എഡിറ്റ് ചെയ്യാനുണ്ട്. അതെ, എല്ലാം കൂടി നടക്കുമെന്ന് അറിയില്ല. നാളെ രാവിലെ കൊണാർക്ക് പോകാനുണ്ട്. അത് കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്തോട്ട് പോകാനുണ്ട്. വലിയ തിരക്കില്ല, അടിപൊളി വണ്ടി. ഓക്കെ, നമുക്ക് അമ്പലത്തിലെത്തിയിട്ട് കാണാം അല്ലേ? അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അതെ അതെ, അവിടെയാണ് അമ്പലം. അമ്പലത്തിന്റെ അടുത്തോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അത്യാവശ്യം നല്ല തിരക്ക് ഇപ്പം കാണുന്നുണ്ട്. അകത്ത് എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. പുറത്ത് നല്ല തിരക്കുണ്ട്. എന്തോ തേരിൻ്റെ നിർമ്മാണ പേരുണ്ട്. അപ്പൊ നമ്മുടെ ദർശനമൊക്കെ കഴിഞ്ഞ് അടിപൊളി ദർശനമായിരുന്നു. അകത്തുവരെ കയറാൻ പറ്റി, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ ഇതിനു മുമ്പ് വന്നപ്പോൾ ഇത്ര അകത്ത് കയറാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായില്ല. അതെ, അത് മാത്രമല്ല വലിയ തിരക്കില്ലാതെ നമുക്ക് പറ്റി. ഇവിടെ നല്ല തിരക്കാണ്. ഇവിടെ എന്തോ രഥവും ചെയ്യണ്ട, അതിൻ്റെ ഇടക്ക് രഥം എന്തോ ചെയ്യണ്ട. ഞാൻ നേരത്തെ കാണിച്ചല്ലോ, രഥം ഇവിടെ പണിയുണ്ട്. ഇവിടെയൊക്കെ അതിൻ്റെയൊക്കെ പിന്നെ കൂടുതലും മരം കൊണ്ടാണ്. എല്ലാം മരം കൊണ്ടാണ് ഇവിടെ. ഇതാണ് രഥത്തിൻ്റെ ടയറാണെന്ന് തോന്നുന്നുണ്ടായത്. ചക്രങ്ങൾ, രഥത്തിൻ്റെ ചക്രങ്ങൾ. നമ്മുടെ ഹോട്ടലിൽ പോയിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കണം. കഞ്ഞിയുണ്ട്, കഞ്ഞി. അപ്പൊ ബിഗുവിന് പുറത്തുനിന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണമെന്നൊക്കെ നോക്കാം. ഇവിടത്തെ ബിൽഡിങ്ങിനൊക്കെ ഒരു പുരാതന ടച്ച് ഉണ്ട് അല്ലേ? അതും കൂടുതൽ ഒരേപോലത്തെ കളർ പോലത്തെയാണ്. പിന്നെ ആ ബോർഡൊക്കെ കണ്ടാലും മനസ്സിലാവും. ചിലത് അവരുടെ മോഡൽ കണ്ടാൽ ഒരേപോലത്തെ ബോർഡാണ് കൂടുതൽ. അത് അയോധ്യയിലും അങ്ങനെയല്ലേ? അതെ 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 അതെ. അയോധ്യയിലും അങ്ങനെയല്ലേ? ഗൈസ്, അപ്പോൾ നമ്മൾ റൂമിലെത്തി. ഇപ്പോൾ നമ്മൾ കഴിക്കാൻ പോവാണ്. കഴിക്കാനായിട്ട് നമുക്ക് ഇവിടെ ഉള്ളത് എന്തൊക്കെയാണ്? നമ്മൾ ചോറുണ്ട്, പിന്നെ തീയൽ, മുളക് പപ്പടം, പിന്നെ ഇവിടെ നിന്ന് മേടിച്ച ചില്ലി പനീർ, അതിൽ കോണൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഏതായാലും റൂം കാണിച്ചു തരാം. ഏതായാലും കഴിച്ച് കഴിഞ്ഞിട്ട് ഏതായാലും കാണിച്ചു തരാം. ഓക്കെ.